ഈ കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത്. ഏകദേശം വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ ഒരു മാതാപിതാക്കൾ ഈ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്യുന്നു. ക്ഷണം നേരം കൊണ്ട് പോലീസ് വീട്ടിലെത്തി കൃത്യമായ മൊഴിയെടുക്കുന്നു, കൃത്യമായ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇന്നലെ മുതലുള്ള ഒരു കാര്യം വിശദീകരിക്കുന്ന എന്നോടൊപ്പം ഐഷത്തുൽ ഷംന കൂടി എന്നോടൊപ്പം ചേരുന്നുണ്ട്. അശ്വതി, ഷംന, എങ്ങനെയായിരുന്നു ഈ കുട്ടിയെ കാണാതായിട്ടുള്ള രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ ഒരു കുട്ടിയെ കാണാതായി എന്ന് പറയുന്നത്? പിന്നീട് വൈകിട്ട് ഈ മാതാപിതാക്കൾ തിരികെ ജോലിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷമാണ് ഈ ഒരു വിവരം അറിയുകയും തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുന്നു. പിന്നീട് ഊർജിതമായിട്ടുള്ള ഒരു പരിശോധനയിലേക്കും ഒപ്പം തന്നെ അന്വേഷണത്തിലേക്കും കടക്കുകയും ചെയ്യുന്നു. പക്ഷേ 23 മണിക്കൂറുകളോളം ആകുന്നു ഈ കുട്ടിയെ കാണാതായിട്ട്. അല്പസമയത്തിനകം തന്നെ നമുക്ക് കുട്ടിയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്കുണ്ട്. എന്തായാലും പക്ഷേ ഇപ്പോൾ ചെന്നൈയിലേക്കടക്കം അന്വേഷണം വ്യാപിക്കുന്നു. എങ്ങനെയാണ് ഈ ഒരു 23 മണിക്കൂർ നേരത്തെ ഈ ഒരു പോലീസിന്റെ ഒരു പ്രവർത്തനം, ഒപ്പം തന്നെ ആ ഊർജിതമായിട്ടുള്ള അന്വേഷണമൊക്കെ എങ്ങനെയാണ്? മിഥുൻ, തീർച്ചയായും ഇന്നലെ രാവിലെയാണ് 10 മണിക്കാണ് ഈ കുട്ടിയെ കാണാതാവുന്നത്. അതിനുശേഷം ഈ 4 മക്കളാണ് ഇവര്. മൂത്ത സഹോദരന് 19 വയസ്സാണ്. ആ സഹോദരനാണ് ഇപ്പോൾ ചെന്നൈയിലുള്ളത്. ചെന്നൈയിലോട്ടാണ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടാമത്തെ കുട്ടിയാണ് ഈ കാണാതായ കുട്ടി. ഒപ്പം തന്നെ ബാക്കിയുള്ള 2 കുട്ടികളെ, ഒരു കുട്ടിയെ ഇവർ അച്ഛനും അമ്മയും ജോലിക്ക് പോയപ്പോൾ കൊണ്ടുപോയിരുന്നു. ഇളയ കുട്ടിയെ ഈ കുട്ടിയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടായിരുന്നു പോയത്. ഇവർ തമ്മിൽ ഉള്ള ഒരു വഴക്ക്, ഫോണിൽ കളിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ഇളയ കുട്ടിയുമായി വഴക്കുണ്ടാവുന്നു. അതിന് അമ്മ വഴക്ക് പറയുന്നു. അതിനുശേഷം ഈ കുട്ടി ഇറങ്ങി പോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു പേഴ്സിലുണ്ടായിരുന്ന 50 രൂപയായിട്ടാണ് ഈ കുട്ടി പോയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം കഴക്കൂട്ടത്തിൽ നിന്നും തമ്പാനൂരിലേക്ക് ബസ്സിൽ കയറി ടിക്കറ്റ് എടുത്ത് പോയി. ബാക്കി ഉണ്ടായിരുന്ന 40 രൂപയായിരിക്കണം ഈ ബബിത അടക്കമുള്ളവർ പറഞ്ഞ ആ ഒരു ബസ് ടിക്കറ്റും. അതെ, ബസ് ടിക്കറ്റും ബാക്കിയുള്ള 40 രൂപയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് പിന്നീട് ഈ ബബിതയുടെ ഈ ഫോട്ടോ ബബിത പുറത്തുവിട്ടതിന് ശേഷമാണ് കൃത്യമായി ഏത് ദിശയിലോട്ട് ഈ അന്വേഷണം കൊണ്ടുപോകുന്നു എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നത്. അതുവരെ സത്യത്തിൽ ഒരു ഇരുട്ടിൽ തപ്പേണ്ട ഒരു അവസ്ഥ തന്നെയായിരുന്നു പോലീസിന്. കാരണം മാതാപിതാക്കൾ വന്ന ഒരു പ്രാഥമിക അന്വേഷണം അവർ നടത്തി പ്രദേശങ്ങളിൽ, അവിടെ കണ്ടെത്താനായില്ല. പിന്നീടാണ് പോലീസിനെ അറിയിക്കുന്നത്. അതിനുശേഷം പോലീസ് ഊർജിതമായി തെരച്ചിൽ നടത്തുന്നു. പക്ഷേ കൃത്യമായി ബബിത ഈ ഫോട്ടോ പുറത്തുവിട്ടതിന് ശേഷമാണ് ട്രെയിനിലുണ്ട് കുട്ടി, കന്യാകുമാരി ഭാഗത്തേക്ക് പോയിരുന്നു ആ ഒരു സ്ഥിരീകരണം വരുന്നത്. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ മൊഴികൾ വരുന്നു. ഇപ്പോൾ ഈ മൂത്ത സഹോദരനുമായി വലിയ ബന്ധമില്ല ഈ കുടുംബത്തിന്, അവരുമായി വലിയൊരു സ്വരച്ചേർച്ചയല്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും ആ ഒരു സാധ്യത കൂടി പോലീസ് കൃത്യമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചെന്നൈയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഒപ്പം തന്നെ തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് കേരളത്തിലോട്ടുള്ള ട്രെയിൻ കൂടി വ്യാപകമായി ഈ അന്വേഷണം നടത്തുന്നു. ബീച്ച് പരിസരത്ത് വളരെ വ്യാപകമായി ഊർജിതമായ തെരച്ചിൽ നടത്തുന്നു. അതായത് ഈ പറയുന്ന പോലെ തന്നെ സഹോദരന് 19 വയസ്സേ ഉള്ളൂ എന്ന് പറയുന്നു. ഈ കുടുംബവുമായി അകന്ന് താമസിക്കുകയാണ്, ചെന്നൈയിലാണ് താമസിക്കുന്നതെന്ന് പറയുന്നു. അങ്ങനെ ഈ കുട്ടിയുമായി ബന്ധപ്പെടാൻ സാധിച്ചിട്ടുണ്ടോ പോലീസ് സംഘത്തിന്? അവിടേക്ക് എത്താനുള്ള ഒരു സാഹചര്യം, ഒപ്പം തന്നെ നിരന്തരമായി ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ കുട്ടിക്ക് അങ്ങനെ ഒരു വിവരമുണ്ടല്ലോ, ചെന്നൈയിൽ ആണ് സഹോദരനുള്ളത്, അവിടേക്ക് പോകാമെന്നുള്ളൊരു ധാരണ ഉണ്ടാകാമല്ലേ? ഈ പറയുന്ന 19 വയസ്സുകാരനായിട്ടുള്ള സഹോദരനെ കണ്ടെത്താനോ അല്ലെങ്കിൽ എവിടെയാണെന്നോ അല്ലെങ്കിൽ കോൺടാക്ട് നമ്പറോ അങ്ങനെ അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് ലഭ്യമായിട്ടുണ്ടോ? മിഥുൻ, അത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം നമുക്കില്ല. കാരണം ഈ മാതാപിതാക്കൾ അടക്കം പറഞ്ഞത് സഹോദരനുമായി ഒരു അടുപ്പമില്ല, ഒരു കോണ്ടാക്ട് ഇല്ല എന്നാണ് മാതാപിതാക്കൾ അടക്കം നേരത്തെ സൂചിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഈ സഹോദരനുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നോ, വിളികൾ ഉണ്ടായിരുന്നോ ഒന്നും നമുക്ക് അറിയില്ല. പക്ഷേ ആ ഒരു സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ ചെന്നൈയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നത്. ഒപ്പം തന്നെ കേരള പോലീസിനൊപ്പം തന്നെ തമിഴ്നാട് പോലീസും അന്വേഷണത്തിൽ ഊർജിതമായി തന്നെ ഒപ്പമുണ്ട്. ആ കാര്യം കൂടി എടുത്തു പറയണം. കന്യാകുമാരിയിലും ഒപ്പം ചെന്നൈയിലോട്ടൊക്കെ ആ ഒരു തമിഴ്നാട് പോലീസിന്റെ ഒരു സഹകരണം കൂടി ഉണ്ട് തീർച്ചയായും. അതായത് ഇപ്പോൾ നമ്മൾ കന്യാകുമാരിയിൽ തന്നെ കുട്ടി ഉണ്ട് എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത്, അതായത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ 5:30 കൂടി കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടു എന്ന് പറയുന്നതാണ്. അത്തരത്തിലുള്ളൊരു മൊഴി മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ അത് കറക്റ്റായിട്ട് പൂർണ്ണമായും സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കുള്ള ദൃശ്യങ്ങളോ മറ്റ് കാര്യങ്ങളോ ഇതുവരെയും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ല. അതിന്റെ പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ഒരു പാറശാല വരെ കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണം ബബിതയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. അതിനുശേഷം 5 സ്റ്റേഷനുകളുണ്ട്. ഏറ്റവും ഒടുവിൽ നാഗർകോവിൽ, അതിനുശേഷം പിന്നീടാണ് കന്യാകുമാരിയിലേക്ക് വരികയും ചെയ്യുന്നത്. ഈ 5 സ്റ്റേഷനുകളിൽ ഏതെങ്കിലും സ്റ്റേഷനിൽ കുട്ടി ഇറങ്ങിയിരിക്കാം എന്നുള്ളൊരു സൂചന കൂടി ഈ ഒരു ഘട്ടത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. അവിടെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയിട്ടുണ്ടോ?
ഇത് നിലവിൽ ഇപ്പോൾ കന്യാകുമാരി ബീച്ച് പരിസരത്താണ് ഏറ്റവും കൂടുതൽ ഊർജിതമായി തെരച്ചിൽ നടക്കുന്നത്. കാരണം ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവിടെയുള്ള പ്രാദേശിക സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ കൃത്യമായി എല്ലാ CCTVയും പരിശോധിച്ച് വരികയാണ്. ഇതുവരെ അത് സംബന്ധിച്ച CCTV ദൃശ്യങ്ങളോ ഒന്നും നമുക്ക് ലഭ്യമായിട്ടില്ലെങ്കിൽ കൂടി പ്രാദേശികമായി അവിടുത്തെ പോലീസ് കൃത്യമായി അന്വേഷണം CCTV പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടി അവിടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ 5:30 ഇറങ്ങിയെന്നാണ് ഓട്ടോ ഡ്രൈവർമാരുടെ മൊഴി. അങ്ങനെയാണെങ്കിൽ CCTV പരിശോധിക്കുമ്പോൾ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ വ്യക്തത അതിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഷംന സൂചിപ്പിച്ച പോലെ തന്നെ അന്വേഷണം ചെന്നൈയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അവിടെ സഹോദരനുണ്ട്. 19 വയസ്സുള്ള സഹോദരൻ ഈ വീടുമായി ഏറെക്കാലമായി അകന്നു താമസിക്കുകയാണ്. ചെന്നൈയിലാണ്. ഈ കുട്ടി എന്താണ് അവിടെ ചെയ്യുന്നത്, ജോലി നോക്കിയാണോ എന്നടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ കുടുംബാംഗങ്ങൾക്കില്ല. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പോലീസിന് കുടുംബാംഗങ്ങൾ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ചെന്നൈയിലേക്ക് കുട്ടി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ കോൾ ചെയ്തിട്ടുണ്ടോ, അങ്ങനെ ഏതെങ്കിലും താൻ അങ്ങോട്ട് വരികയാണ് എന്നടക്കമുള്ള കാര്യം സഹോദരനെ അറിയിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട്. ഈ സഹോദരനെ കോൺടാക്ട് ചെയ്യുന്നുള്ള ശ്രമത്തിലേക്ക് ഇപ്പോൾ പോലീസ് കടക്കുകയാണ്. അതേസമയം ട്രെയിൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ചെന്നൈയിലേക്ക് പോകുന്ന ട്രെയിനിൽ ഏതെങ്കിലും കുട്ടിയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് RPF-ന്. അത് സംബന്ധിച്ച് അങ്ങോട്ടേക്ക് രാവിലെ പുറപ്പെട്ട, അതായത് 5:30 ശേഷം കുട്ടി കന്യാകുമാരിയിലേക്ക് വരുന്നു. അവിടുന്ന് ബീച്ച് റോഡിലേക്ക് പോയി എന്നാണ് ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നൽകിയ മൊഴി. അത് കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ തിരികെ ഇവർ മടങ്ങി വന്നിട്ട് ഈ കുട്ടി തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട് അടക്കമുള്ള കാര്യം ഇനി സ്ഥിരീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഈ പോലീസ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലെ CCTV കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. പിന്നീട് കേരളത്തിലേക്ക് മടങ്ങി ഉണ്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്നതിനാണ് മറ്റ് ട്രെയിനുകൾ അവിടെ നിന്ന് തിരികെ കേരളത്തിലേക്കുള്ള തിരുവനന്തപുരത്തേക്കുള്ള ആ ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നത്. കൃത്യമായി RPF-ന് ആ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓരോ കോച്ചുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി ഈ ഫോട്ടോ മറ്റുള്ളവരെ കാണിച്ചുകൊണ്ട്, ആ ട്രെയിനിൽ സഞ്ചരിക്കുന്ന ആളുകളെ കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ കണ്ടിട്ടുണ്ടെന്നോ അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. എന്തായാലും ബീച്ച് കേന്ദ്രീകരിച്ചുള്ള പരിശോധന നടത്തുന്നു. ചെന്നൈയിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അശ്വതി, ഐഷത്തുൽ ഷംന രണ്ടുപേരും നമ്മളോട് സംസാരിച്ചപ്പോൾ എൽദോ ഈ പറയുന്നതിൽ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരു സാധ്യതയും തള്ളുന്നില്ല എന്നുള്ളതാണ്. അന്വേഷണം കുട്ടിയുടെ സഹോദരൻ, ചെന്നൈയിലുള്ള സഹോദരനിലേക്ക് ചെന്നൈക്ക് പോയിട്ടുണ്ടോ കുട്ടി എന്നുള്ള രീതിയിൽ തെരച്ചിൽ നടത്തുന്നു. ഒപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ സാധ്യത, കുട്ടി തിരിച്ചു വരാനുള്ള സാധ്യത, അതും തള്ളിക്കളയുന്നില്ല ഈ അവസരത്തിൽ പോലീസ് എന്നുള്ളതാണ്. തിരുവനന്തപുരത്തേക്ക്, കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകളിലും ഇപ്പോൾ വ്യാപക പരിശോധന പോലീസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഈ നിമിഷത്തിൽ. പക്ഷേ അശ്വതി, ഈ ചെന്നൈയിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ സഹോദരനായിട്ടുള്ള വാഹിദ്, കുട്ടിയുടെ ഫോണില്ല, കുട്ടിയുടെ ആവശ്യത്തിന് പൈസയില്ല. അപ്പോൾ അങ്ങനെ കുഞ്ഞങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുമെന്ന് അറിയില്ല. 13-കാരിയാണ്. ചെറുപ്രായത്തിന്റെ ആലോചന അങ്ങനെ പോകുമോ എന്നുള്ളതും വ്യക്തമല്ല. എങ്കിൽ പോലും അതൊരു സാധ്യത മാത്രമായി തന്നെ കാണണം. എന്തായാലും കൂടുതൽ ദൂരത്തേക്ക് പോയിട്ടുണ്ടാകില്ല, കന്യാകുമാരിയിൽ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് നമ്മൾ കൂടുതലും പുലർത്തുന്നത്. അവിടെ കന്യാകുമാരിയിൽ വ്യാപകമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. സ്റ്റേഷന് പുറത്താണ് കുട്ടിയെ കണ്ടത്. സ്റ്റേഷന് പുറത്ത് കുട്ടിയെ കണ്ടു എന്നുള്ളത് തന്നെ അപ്പോൾ കുഞ്ഞ് മറ്റൊരു ദീർഘദൂര യാത്രയ്ക്ക് ശ്രമിക്കുന്നില്ല എന്നാണ് കരുതേണ്ടത്. ബീച്ച് പരിസരത്തേക്ക് പോലീസ് പോയി അവിടെ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഓട്ടോ ഡ്രൈവർമാരും പോലീസിന്റെ തെരച്ചിലിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. തമിഴ്നാട് പോലീസും വ്യാപകമായി കന്യാകുമാരി ജില്ലയിൽ, കന്യാകുമാരിയുടെ പ്രദേശത്തെല്ലാം തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എത്രയും പെട്ടെന്ന് നമുക്ക് തസ്മീദിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ നാട്ടിലെത്തിയ അതിഥിയാണ്. ആ അതിഥി കുഞ്ഞിനെ നമുക്ക് തിരികെ കണ്ടെത്തണം. നമ്മുടെ പോലീസ് സംവിധാനം അതിനായി പിന്നാലെയുണ്ട്. പോലീസ് സംവിധാനം കന്യാകുമാരിയിൽ ഊർജിതമായി തെരച്ചിൽ നടത്തുകയാണ്. വ്യാപകമായിട്ടുള്ള തെരച്ചിൽ ഇത് പുരോഗമിക്കുകയാണ്. പോലീസ് ഇപ്പോൾ അവിടെ ബീച്ച് പരിസരത്താണ് തെരച്ചിൽ നടത്തുന്നത്. കന്യാകുമാരി നമുക്കറിയാം, ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്ന ഒരു പ്രദേശം. പ്രത്യേകിച്ചും സൂര്യോദയം കാണാൻ രാവിലെ വലിയ തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടാകും. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തസ്മീദിലേക്ക് എത്താനും കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. 5:30-ക്കാണ് സ്റ്റേഷന് പുറത്തേക്ക് എത്തിയത്. അപ്പോൾ ആ സമയത്തൊക്കെ തന്നെയാണ് അവിടെയും നല്ലൊരു തിരക്ക് അനുഭവപ്പെടുന്ന സമയവും. അതുകൊണ്ട് തന്നെ നമുക്ക് തസ്മീദിന്റെ സാന്നിധ്യം തസ്മീദിനെ കണ്ടവർ ഒരുപാട് പേരുണ്ടാകും. കൂടുതൽ ഫോട്ടോ കാണിച്ചുള്ള തെരച്ചിലിൽ നമുക്ക് തസ്മീദ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ ഒരു സ്ഥിരീകരണമൊക്കെ ലഭ്യമാവുകയും ചെയ്യും. എന്താണെങ്കിലും ഇപ്പോൾ കരുതുന്നു
തസ്മിത് കന്യാകുമാരി തന്നെ ഉണ്ടെന്ന്. നമ്മൾ ഈ സ്ക്രീനിൽ ഇപ്പോൾ ഈ ഫോട്ടോ അത് പൂർണ്ണമായും നിലനിർത്തുന്നതിന് കാരണം, മറ്റൊരു ദൃശ്യങ്ങളിലേക്കും പോകാത്തതിന് കാരണം ഇത് തന്നെയാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്ന് ഇത് കാണുന്നുണ്ടെങ്കിൽ തസ്മിതിലേക്ക് എത്താൻ അത് വളരെ വേഗത്തിൽ അത് പ്രയോജനപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സ്ക്രീനിൽ ഈ ഫോട്ടോ എപ്പോഴും നിലനിർത്തുന്നത്. പലയിടത്ത് ഇരുന്ന് ഈ വാർത്ത കാണുന്ന, ഓൺലൈനായി മറ്റു വാർത്ത കാണുന്ന ആളുകൾ ഉണ്ടാകും. അവർക്ക് ഒന്ന് ചുറ്റും നോക്കാം, ഒന്ന് ചുറ്റുപാടും നോക്കാം, തസ്മീത് അവരുടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് നോക്കാം എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് പറയണം. കാരണം നമുക്ക് അങ്ങനെയുള്ള ചരിത്രമുണ്ട്. നമ്മളുടെ മാധ്യമങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത്തരത്തിലൊരു വാർത്തയ്ക്ക് പിന്നാലെ പോവുകയും ആശ്രാമ മൈതാനത്ത് നിന്ന് ഒരു കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയൊക്കെ ചെയ്ത സാഹചര്യം നമുക്കുണ്ട്. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം സോഷ്യൽ മീഡിയ വളരെയധികം സ്വാധീനം ചെലുത്തുന്നു ഈ അവസരത്തിൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരുടെ ചുറ്റുമൊന്ന് നോക്കുക. തസ്മീത് നിങ്ങളുടെ ചുറ്റും ഉണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വളരെ വേഗം ബന്ധപ്പെട്ട കുട്ടിയെ നമുക്ക് തിരികെ അവളുടെ വീട്ടിലേക്ക് എത്തിക്കാൻ സാധിക്കും. എന്തായാലും കുട്ടി ഇപ്പോൾ കന്യാകുമാരിയിൽ ഉണ്ട് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ കന്യാകുമാരി പോലീസും കേരള പോലീസും ചേർന്ന് കുട്ടിക്കായുള്ള തെരച്ചിൽ വ്യാപകമായി നടത്തുകയാണ്. ബസ് കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ അവിടെ നടത്തുന്നുണ്ട്. ഈ ബീച്ചിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്, വ്യാപക പരിശോധന നടത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനം ട്രെയിനിലാണ്. ട്രെയിനിൽ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി 5:30 പുറത്തു വരുന്ന ദൃശ്യങ്ങൾ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ പോലീസിന് ലഭിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ വീണ്ടും കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറി തിരികെ വരാനുള്ള സാധ്യതയും പോലീസ് തള്ളുന്നില്ല. ഒപ്പം നേരത്തെ മിഥുൻ സൂചിപ്പിച്ചതുപോലെ ഈ ഇവരുടെ മൂത്ത സഹോദരൻ വാഹിദ്, അത് ചെന്നൈയിലാണ് വാഹിദ് ഉള്ളത്. പക്ഷേ അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വാഹിദും ഈ വീട്ടുകാരും തമ്മിൽ വലിയ ബന്ധമൊന്നും കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇല്ല എന്നുള്ളതാണ്. അവൻ അവിടെ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ കുട്ടിയും വാഹിദും തമ്മിൽ സംസാരിക്കുന്നുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങോട്ടേക്കായിരിക്കോ പോയത്? ഇതൊക്കെയുള്ള സാധ്യത ഒന്നും പോലീസ് തള്ളുന്നില്ല എന്നുള്ളതാണ് എൽദോ. അതെ, MG മിഥുനിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകുന്നു. മിഥുൻ, ഈ ചെന്നൈയിലെ വാഹിദ് എന്ന സഹോദരൻ അടുത്തേക്ക് പോവുക എന്നുള്ളത് ഒരു സാധ്യത മാത്രമാണെന്ന് തോന്നുന്നു. കാരണം അത്രമാത്രം ദൂരം യാത്ര ചെയ്ത് എത്തുക എന്നുള്ളതൊക്കെ ആ കുഞ്ഞിന് പ്രായോഗികമാണോ എന്നുള്ള സംശയമില്ലേ? കാരണം കേരളവും തമിഴ്നാടും ഒന്നും അത്ര പരിചിതമല്ലാത്ത ഒരു കുരുന്നാണ്, 13 വയസ്സുകാരിയാണ്. അവളുടെ കയ്യിൽ പണമില്ല ആവശ്യത്തിന്. അപ്പോൾ ആ ഒരു സാധ്യതയെ അത്രമാത്രം പ്രാധാന്യത്തോടെ കാണുന്നുണ്ടോ പോലീസ്? എൽദോ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. എൽദോ സൂചിപ്പിച്ചപ്പോൾ തന്നെ അത്രയും പ്രാധാന്യം നൽകുന്നില്ല എങ്കിൽ പോലും തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ കുട്ടി വാഹിദുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം ഒരു നടപടിയിലേക്ക് പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് വ്യാപകമായ തെരച്ചിലല്ല നടത്തുന്നത്. വാഹിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിവരങ്ങൾ തേടുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമാണ് പോലീസിന് മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ വാഹിദുമായി അല്പസമയത്തിന് മുമ്പ് ഈ അന്വേഷണ സംഘം വിവരങ്ങൾ തേടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളെന്ന് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്. അല്പസമയത്തിനകം തന്നെ ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകുകയും ചെയ്യുമെന്നാണ് കരുതുകയും ചെയ്യുന്നത്. എന്തായാലും നിലവിൽ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. കന്യാകുമാരി കേന്ദ്രീകരിച്ച്, കന്യാകുമാരിയിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച്, വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് സംഘങ്ങളായി തിരിഞ്ഞാണ് ഇപ്പോൾ ഈ ഒരു ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേരള പോലീസിന്റെയും തമിഴ്നാട് പോലീസിന്റെയും സംഘങ്ങൾ തിരിഞ്ഞാണ് ഇപ്പോൾ ഒരുമിച്ച് സംയുക്തമായിട്ടുള്ള ഒരു പരിശോധന നടത്തുന്നു. കൂടാതെ റെയിൽവേ സ്റ്റേഷന് അകത്തും പോലീസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന നടത്തുന്നുണ്ട്. കൂടാതെ റെയിൽവേ കോച്ചുകൾ കേന്ദ്രീകരിച്ച്, റെയിൽവേ ട്രെയിൻ കോച്ചുകൾ കേന്ദ്രീകരിച്ച, കമ്പാർട്ട്മെന്റുകൾ കേന്ദ്രീകരിച്ച് RPFന്റെ പരിശോധന നടത്തുന്നുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഒരു സാധ്യതയാണ് ഈ ചെന്നൈയിലേക്ക് പോയിട്ടുണ്ടാകാം എന്നുള്ളത്. ആ ഒരു സാധ്യത തള്ളിക്കളയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ കന്യാകുമാരിയിൽ നിന്ന് ചെന്നൈയിലേക്ക് ഇന്ന് രാവിലെയോട് പുറപ്പെട്ടിട്ടുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് കൃത്യമായി അതിനുള്ളിലുള്ള RPF ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഈ ഫോട്ടോ കൈമാറിയിട്ടുണ്ട്. ഈ ഫോട്ടോ കാണിച്ചുകൊണ്ട് കൃത്യമായി ഓരോ കോച്ചുകളിലുമുള്ള ആളുകളെ ഇത് കാണിച്ചുകൊണ്ട് ഈ കുട്ടി ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ട്രെയിനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കന്യാകുമാരിയിൽ നിന്ന് തിരികെ കേരളത്തിലേക്കുള്ള, തിരുവനന്തപുരത്തേക്കുള്ള ട്രെയിനുകൾ കേന്ദ്രീകരിച്ചും സമാനമായ രീതിയിൽ പരിശോധന നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഡ്രൈവർമാർ, ഓട്ടോ ഡ്രൈവർമാർ ഈ കുട്ടിയെ കണ്ടു എന്ന് പറയുന്ന ആ ഒരു മൊഴിയിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ അത് പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നില്ല. പക്ഷേ അങ്ങനെ ആകട്ടെ എന്നുള്ള പ്രതീക്ഷകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കന്യാകുമാരിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ഈ
ഈ ഒരു ബീച്ചുള്ളത്. നിരവധി വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഇടമാണ്. രാവിലെയൊക്കെ തന്നെ ഈ ഒരു സൂര്യോദയമൊക്കെ കാണുന്നതിന് വേണ്ടി നിരവധി ആളുകൾ അവിടെ വരുന്നൊരു മേഖല കൂടിയാണ്. അത്തരത്തിൽ വലിയ തിരക്കുള്ള പ്രദേശമാണ്. അവിടെയൊക്കെ ആളുകളെ കൃത്യമായി ഫോട്ടോകൾ കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. ആ ഭാഗത്തുള്ള സ്ഥാപനങ്ങൾ, ഒപ്പം തന്നെ കടകൾ കേന്ദ്രീകരിച്ച് അവിടെ ഉള്ള CCTV-കൾ പരിശോധിച്ച് ആ ദൃശ്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ആ ക്യാമറയിൽ കുട്ടി പതിഞ്ഞിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നിലവിലിപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ ഈ സ്റ്റേഷനിൽ വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചുള്ള ക്യാമറകൾ പരിശോധിക്കുകയാണ്. ആ കുട്ടി തിരികെ 5:30 ഈ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഓട്ടോ ഡ്രൈവർമാർ കണ്ടത്. പക്ഷേ ആ സമയത്ത് സംശയം തോന്നിയിരുന്നു. പക്ഷേ ആ സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയോട് സംസാരിക്കാൻ തോന്നിയില്ല എന്നുള്ളതാണ് ഈ ഡ്രൈവർമാർ പറയുന്നത്. പക്ഷേ ആ കുട്ടി ബീച്ച് ഭാഗത്തേക്ക് നടന്നു പോകുന്നത് തങ്ങൾ കണ്ടു എന്ന് കൃത്യമായി ഡ്രൈവർമാർ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഡ്രൈവർമാർ കൂടെ ഈ പോലീസ് സംഘത്തിനൊപ്പം ചേർന്നുകൊണ്ട് ഇപ്പോൾ പരിശോധന നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ തിരികെ ഒരുപക്ഷെ ഈ ഡ്രൈവർമാർ ആ സമയത്ത് മറ്റ് മേഖലകൾക്ക് ഓട്ടവുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടാകാം. തിരികെ കുട്ടി വന്നത് അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകില്ല. അങ്ങനെയെങ്കിൽ അങ്ങനെ തിരികെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വീണ്ടും കുട്ടി വന്നിട്ടുണ്ട് എങ്കിൽ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ CCTV ക്യാമറകൾ പരിശോധിക്കുന്നത്, ആ ദൃശ്യങ്ങൾ ശേഖരിക്കുന്നത്. അതിൽ കുട്ടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും ട്രെയിനിൽ കയറി കുട്ടി തിരികെ പുറപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും ട്രെയിനിൽ കയറി ഇരിപ്പുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിർത്തിയിട്ടിട്ടുള്ള കോച്ചുകൾ കേന്ദ്രീകരിച്ച കൃത്യമായ പരിശോധനകൾ RPF-ന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തെ ഭാഗങ്ങളിൽ ട്രാക്കുകൾ കേന്ദ്രീകരിച്ച് ആ ഭാഗങ്ങളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധനകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പോൾ ഏകദേശം 23 മണിക്കൂറായി കുട്ടിയെ കാണാതായിട്ട്. 23 മണിക്കൂർ പിന്നിടുന്നു. അത്തരത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ കുട്ടി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മാതാപിതാക്കൾ അതാണ് പറയുകയും ചെയ്തത്. രാവിലെ 3 കുട്ടികളുണ്ടായിരുന്നു. അതായത് ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് 4 കുട്ടികളാണുള്ളത്. അതിൽ മൂത്ത മകൻ വാഹിദ് ചെന്നൈയിലാണ്. ഈ കുടുംബവുമായി അകന്ന് താമസിക്കുന്ന ഒരു അതായത് ഏറെക്കാലമായി അവർ തമ്മിൽ യാതൊരുവിധ പരിചയവുമില്ല. ഏതോ തെറ്റിദ്ധാരണയുടെ ഭാഗമായി കുട്ടി അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയതായിട്ടാണ് ഈ മാതാപിതാക്കൾ പറയുന്നത്. പക്ഷേ മറ്റു 3 കുട്ടികൾ ഈ മാതാപിതാക്കൾക്കൊപ്പമുണ്ട്. അതിൽ രണ്ടാമത്തെ കുട്ടിയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ള 13 വയസ്സുകാരി. അതിൽ മൂന്നാമത്തെ കുട്ടിയെ ഈ 13 വയസ്സുകാരിയെ ഏൽപ്പിച്ചതിന് ശേഷമാണ് മാതാപിതാക്കൾ ജോലിക്കായി അവിടെ നിന്ന് പുറപ്പെട്ടത്. ആ സമയത്ത് ഫോൺ ഉപയോഗിക്കുമായിരുന്നു ഈ കുട്ടികൾ. ഗെയിം കളിക്കുന്നതിന് വേണ്ടിയുമൊക്കെയും ഈ ഫോൺ നൽകിയിട്ടാണ് മാതാപിതാക്കൾ അവിടെ നിന്ന് മടങ്ങാറുള്ളത്, ജോലിക്ക് പോകാറുള്ളത്. ആ സമയത്ത് ഈ 2 കുട്ടികളുമായി തമ്മിൽ വഴക്കുണ്ടാകുന്നു. ഈ ഇളയ കുട്ടിയെ 13 വയസ്സുകാരി ചെറിയ തല്ലിയതുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കൾ കുട്ടിയെ വഴക്ക് പറഞ്ഞു. അതിന്റെ ദേഷ്യത്തിലാണ് ഈ ഒരു പേഴ്സുമായി 50 രൂപ ഉണ്ടായിരുന്ന ആ പേഴ്സുമായി ഈ കുട്ടി അവിടെ നിന്ന് വീട് വിട്ട് ഇറങ്ങുന്നത്. അത് വൈകിട്ട് 4 മണിയോട് കൂടിയാണ് ഈ വിവരങ്ങൾ കൃത്യമായി പോലീസിനെ മാതാപിതാക്കൾ അറിയിക്കുകയും ചെയ്ത. ക്ഷണം നേരം കൊണ്ട് കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നു. കഴക്കൂട്ടത്തെ വിവിധ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധനകൾ നടത്തി. CCTV ക്യാമറകൾ പരിശോധിക്കുകയും ചെയ്തു. അതിൽ ചില CCTV ക്യാമറകളിൽ കുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ലഭ്യമാവുകയും ചെയ്തിരുന്നു. തുടർന്നാണ് കുട്ടി തമ്പാനൂരിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഒരു വ്യക്തത പോലീസിന് ലഭ്യമാകുന്നത് ചെയ്തത്. തുടർന്ന് ആ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തിയെങ്കിൽ പോലും തന്നെ ഒരു മറ്റ് സ്ഥലത്തിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസിനായില്ല. ആ സമയത്താണ് ബബിത എന്ന വിദ്യാർത്ഥി കൃത്യമായി ഈ ഒരു ദൃശ്യം ഫോണിൽ പകർത്തുന്നത്, ഒരു ഫോട്ടോ എടുക്കുന്നത്. കുട്ടി കരയുന്നതുമായി ബന്ധപ്പെട്ട് നോക്കിയപ്പോഴാണ് കുട്ടി ഇരുന്ന് കരയുന്നു. കയ്യിൽ ചില നോട്ടുകൾ ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ട്. ആ നോട്ട് ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് കുട്ടി ഇരുന്ന് കരയുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയാണ് ഈ ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നത് ബബിത. പിന്നീട് യൂട്യൂബിലൊക്കെ വാർത്തകൾ വലിയ രീതിയിൽ വരുന്നു. സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ഈ കുട്ടിയുടെ ചിത്രങ്ങൾ അടങ്ങിയ വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നു. അപ്പോഴാണ് താൻ ശ്രദ്ധിക്കുന്നത് ഇത്തരത്തിൽ താൻ പകർത്തിയ ചിത്രം അത് ഈ കുട്ടിയല്ലേ എന്നുള്ള ഒരു ശ്രദ്ധ ബബിതയ്ക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യമായ ഈ ഒരു വിവരം ബബിത കൈമാറുകയും ചെയ്തത്. അതാണ് ഇതിലേറ്റവും നിർണായകമായി മാറിയത്. ഈ കുട്ടി എങ്ങോട്ടാണ് പോയതെന്ന് ഒരു തരത്തിൽ പ്രാഥമികമായി സ്ഥിരീകരിക്കാൻ പോലീസിന് ആവുകയും ചെയ്ത. അങ്ങനെ ഐലൻഡിൽ ഈ ബബിത യാത്ര ചെയ്ത അതേ കമ്പാർട്ട്മെന്റിൽ അതേ കോച്ചിൽ ഈ കുട്ടി ഉണ്ടായിരുന്നു എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുന്നു. തുടർന്ന് കൃത്യമായ അന്വേഷണം നടത്തുന്നു. പാറശാല വരെ കുട്ടി ആ ട്രെയിനിൽ ഉണ്ടായിരുന്നു എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് എത്തിയത്.